പ്രാർത്ഥിക്കുന്നത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊന്നും നിർബന്ധമില്ലെന്നേ. ആളുകൾ വിമർശിച്ചോട്ടെ, കേറിയെന്ന് പ്രാർത്ഥിക്കാൻ അകത്ത് കത്തുന്നത് അത് കത്താനോട് പറ. പത്രോസ് പറഞ്ഞ യേശുവിനോട്, എനിക്ക് വെള്ളത്തിൽ കൂടെ നടക്കണം. ബാക്കി 11 പേരും പടകിലിരിക്കുകയാണ്. പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് വെള്ളത്തിൽ മുങ്ങുകയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പത്രോസ് കാറ്റ് കണ്ട് വാസതി മുക്കുവനാണ്. വെള്ളത്തിൽ താഴുന്നതിന് ഒരു പേടിയുടെ ആവശ്യം. പക്ഷെ കാറ്റടിക്കുന്നത് കണ്ടപ്പോ പേടി തട്ടി. ഈ പേടി അകത്ത് കയറിയാൽ വെള്ളത്തിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ളവന് താഴും, പിന്നെ പൊങ്ങുകയില്ല. അതുപോലെ തന്നെ എല്ലാ തൊഴിലും, ഡ്രൈവിംഗ് പോലെയുള്ള എല്ലാ തൊഴിലും പേടി അകത്ത് കയറിയാൽ ഡ്രൈവിംഗ് ശരിയാകത്തില്ല. അപ്പൊ പത്രോസ് താഴുക, പേടിച്ചാണ് താഴുന്നതെന്നുള്ള കാര്യം ഈ പത്രോസ് നിലവിളിച്ചെന്ന് എഴുതിയത്. കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. അപ്പൊ പത്രോസ് പേടിച്ച് നിലവിളിക്കുന്നു, താഴുന്നു. ഇതാരും കണ്ടോണ്ടിരിക്കുക. എന്റെ ഭാഷ പറഞ്ഞാൽ സഭയിലുള്ളവർ കണ്ടോണ്ടിരിക്കുക. കൂട്ടായ്മയിലുള്ളവരെ, ഒരു പടകിലാണല്ലോ ഇരിക്കുന്നത്, കൂട്ടായ്മയിലുള്ളവർ കണ്ടോണ്ടിരിക്കുക. പത്രോസ് ആരെങ്കിലും നിലവിളിച്ചു, കർത്താവേ ഞങ്ങളുടെ കൂട്ടുസഹോദരൻ കുഞ്ഞോൻ താഴുന്നു, വിടിരിക്കണമേ, അനങ്ങിയോന്ന്. എല്ലാരും എനിക്ക് പറഞ്ഞില്ല, സംഗതി മനസ്സിലാവും. എന്നെ അനങ്ങിയെന്ന ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ശാന്തമായിട്ടിരിക്കുമ്പോൾ അങ്ങനെ നീ മാത്രം ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് അങ്ങനെ ഞൊളക്കണ്ട. എന്തോ ഇത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? 3 സ്നേഹിതന്മാരുടെ ഉപമ പറഞ്ഞതിന്റെയൊക്കെ കടമെല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഇവരെ ഒന്നിപ്പിക്കാൻ കർത്താവ് ഈ പാടുപെടുന്നത്. പത്രോസ് 2 തവണ വെള്ളം കുടിക്കണമെന്ന് തന്നെയാണ് ഈ പുറകിലിരിക്കുന്നവരുടെ. അപ്പൊ ഇവരെ പഠിച്ചാൽ ഇവരൊരു പടകിലിരിക്കും, പക്ഷെ ഒരുമനപ്പെട്ടിരിക്കത്തില്ല. ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങുമെന്നല്ലേ ദൈവത്തിന്റെ വചനത്തിൽ. ആരും കുലുക്കാൻ നിൽക്കണ്ട. അതെ, ഞാൻ